Hi, JT Rajan, teacher, trainer and distinguished toastmaster. ഈ വീഡിയോ ചെയ്യുന്നത് 10ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും പരീക്ഷ എഴുതാൻ ആയിട്ട് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിനുണ്ടായ ഒരു 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 പ്രചോദനം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ എൻ്റെ കടയിൽ നിന്ന്, എനിക്കൊരു ചെറിയ കടയുണ്ട് വീടിനോട് ചേർന്ന്, ഒരു ബുക്കും പേനയും പെൻസിലും പിന്നെ തണുത്ത വെള്ളമൊക്കെ വിൽക്കുന്ന ഒരു ചെറിയ കട. അപ്പോൾ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ശേഷമേ എനിക്ക് ക്ലാസ്സുള്ളൂ. ഞാൻ അവിടെ കാണും. അപ്പോൾ കുറേ കുട്ടികൾ ആ കടയുടെ ഫ്രണ്ടിൽ ആ റോഡിൽ നിൽക്കുന്നു. വളരെ ഡിപ്രസ്ഡാണ് അവർ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ കടയിലേക്ക് വന്നു, വെള്ളം ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ വളരെ ഡിപ്രസ്ഡായിട്ട് നിൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അങ്കിൾ, ഇന്ന് മോഡലിൻ്റെ റിസൾട്ട് വന്നു. ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മാർക്ക് കുറവാണ്. എസ്പെഷ്യലി മാത്തമാറ്റിക്സിന് വളരെ മാർക്ക് കുറവാണ്. ചിലർ ഫെയിലായി. മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോഡലിൻ്റെ ക്വസ്റ്റ്യൻ ടഫ് അല്ലായിരുന്നല്ലോ. അപ്പോൾ അവർ ചോദിച്ചു, സാറിന് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഞാനും പഠിപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോഴാണ് അവർ പറഞ്ഞത്, സാർ ഈ ICSE ഇച്ചിരി ടഫാണ്. ഞാൻ പറഞ്ഞു, ICSE ടഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം 24 വർഷം കൊണ്ട് CBSE പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ 2 വർഷം കൊണ്ട് ICSE പഠിപ്പിക്കുന്നു. അപ്പോൾ ICSE ടഫാണെന്ന് എനിക്ക് തോന്നാത്തത് ടഫല്ല. കാര്യം ICSEയിൽ കുറേ 4-5 ചാപ്റ്റർ കൂടുതലുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ICSEയിലെ ഒരു 20 വർഷത്തെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഞാൻ അതൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ്, ആ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്താണ് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ICSEയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. അതുപോലെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്ത് തന്നെ മനസ്സിലാക്കുന്നത്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഇപ്പോൾ ഈ വർഷം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ തന്നെയാണ് അടുത്ത വർഷം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തീർച്ചയാണ്, ICSE എന്ന് പറയുന്നത് CBSEയേക്കാൾ ടഫല്ല, ഒരിക്കലുമല്ല. പിന്നെ ഇത് CBSE പുസ്തകമാണ്. ഞാൻ 24 വർഷം കൊണ്ട് CBSE പഠിപ്പിക്കുന്ന ആളാണ്. CBSE പുസ്തകം, ഈ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ ഒരു 30 മാർക്ക് 35 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടും. ബാക്കിയെല്ലാം ഔട്ട്സൈഡിൽ നിന്ന്. പക്ഷേ ഈ ഔട്ട്സൈഡിലെ ക്വസ്റ്റ്യൻ എല്ലാം ഈ ICSEയിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 30% ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ICSE എന്ന് പറയുന്നത് ഈ ടഫ് എന്ന് ആളുകൾ പറഞ്ഞു വരുത്തുന്നത് തെറ്റാണ്. അത് ടഫല്ല. അത് കുട്ടികൾ ഒരു ആവറേജ് കുട്ടി ഒരു 60 മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടിക്ക് ഒരു 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് 1 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുകയും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് പഠിക്കുകയും അതുപോലെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയും പെർഫെക്റ്റ് പ്രാക്ടീസ്. അപ്പോൾ പെർഫെക്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ യു ഡു പ്രാക്ടീസ് ഗിവ് യുവർ 100%. ഒരു മോട്ടോ വേണം, എനിക്ക് 100ൽ 100 മാർക്ക് വേണം എന്നുള്ള ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ ഒരു മോട്ടോയോടു കൂടി പഠിച്ചു കഴിഞ്ഞാൽ, ഐ ആം ഗിവിങ് യു ഗ്യാരണ്ടി മൈ ഡിയർ ചിൽഡ്രൻ, ഈ ICSEയിൽ അടുത്ത ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ കഴിയും. കാര്യം എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ അറിയാം, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അത് ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ICSEയിലെ പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ടീച്ചേഴ്സ് പഠിപ്പിച്ച ക്വസ്റ്റ്യനും പിന്നെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ വർക്ക് ചെയ്താൽ, എല്ലാം ചെയ്യണമെന്നില്ല, ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്, എല്ലാം ചെയ്യണമെന്നില്ല. ഒന്ന് ഞാൻ പറയുന്നു, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് പഠിക്കണം. പിന്നെ പണ്ട് ആ ക്വസ്റ്റ്യൻ ബുക്കിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഓരോ വർഷം ചോദിച്ചാൽ അത് മൊത്തം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറോടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100% ഷുവർ ഒരു ആവറേജ് മാർക്ക് മേടിക്കുന്ന കുട്ടിയാണെങ്കിൽ, 50 മാർക്ക് മേടിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 100ൽ 100% വാങ്ങാൻ കഴിയും. മൈ ഡിയർ ചിൽഡ്രൻ, ഹൂ സക്സീഡ്സ് മോസ്റ്റ് ഇൻ ലൈഫ്? Anybody who is afraid of failure cannot become successful in life. Anybody who is afraid of science cannot become a scientist.
Anybody who is afraid of sports cannot become a sport, cannot shine in sports. Anybody who is afraid of doing business cannot become an entrepreneur. Failure, my dear children, is just an event, and it is not you. You can come up in the last test cricket match, in the last test cricket, one day cricket, and 2020 cricket. England was a failure. England, that failure is just an even. England can come back again. And similarly, Thomas Alva Edison. You have heard of him. He was a famous scientist. He was trying to work on inventing a device by which the live electricity could be stored and can be used later. That is storage battery. He was working on that. And it is said that he tried for 2,000 times or 5,000 times or 8,000. That there is no controversy over it. One of his friends approached him and asked him, "My dear friend, what do you feel as a scientist, a famous scientist who failed 8,000 times? As a person like you is still trying up, not giving up?" Then Thomas Alva Edison, failure? I don't know what you're talking. I feel nothing. I don't know what you're talking. I feel nothing. I found how 8,000 ways storage battery cannot be made or invented. And he did not give up. He kept on doing experiment, and he came up finally with that device. And Thomas Alva Edison were doing all these experiments in a small thatched hut, shed. Those days there were no electricity, there were no computer. All these were manually recorded, and all these his records and experiments were kept in that thatched shed. One day it caught fire, and Thomas Alva Edison was watching it. He was not unable to do anything to stop it. Everything was getting burned. And his son came and put his hands on his shoulder and said, "Dad, I know how you feel now." Thomas Alva Edison turned his head towards him and said, "My dear son, I don't feel anything. All my mistakes are getting burned, and I will restart again in my life." Abraham Lincoln, the most famous president of USA, he said once, "My glory is that every time I fall down, I get up one more time. I destine myself, I get up one more time." And Swami Chinmayananda said in a very beautiful way that my glory is never in falling, but getting up every time when I fall. My dear children, failure is just an event. It is not everything. You have the power. You have the potential. My dear children, this small failure is not a failure. It's just an event. And you can come up in life. Only you, because you are a human being. A human being is special. And you are the part of a Paramatma. And you have all the potential and power of within you. And believe yourself and be yourself. And you can come up again in life. Wish you all the best.